ഹലോ, ഒരു ക്രിസ്പി പരിപ്പ് വട റെസിപ്പി ആയാലോ ഇന്ന്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നമ്മൾ കടലപ്പരിപ്പ് ഒരു 4 to 5 മണിക്കൂർ കുതിർത്താൻ വെക്കണം. കുതിർത്തിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടത്. ക്രഷ് ചെയ്യുക മീൻസ് എല്ലാവരും നന്നായിട്ട് അരിഞ്ഞു പോകാൻ വേണ്ടി, ചിലതിങ്ങനെ അങ്ങനെ കിടക്കണം മാതിരി. ഏകദേശം ഇതേമാതിരി നമ്മൾ എന്ത് ചെയ്യണം, അരച്ചെടുക്കണം. അരച്ചെടുത്തതിലേക്ക് നമ്മൾ എന്തൊക്കെയാണ്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, പിന്നെ സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓൾറെഡി ചതച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അരച്ച് വെച്ചിട്ടുള്ള വടപ്പരിപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കുക. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് കുഴച്ചെടുത്ത് ഉരുളയാക്കിയിട്ട് എടുത്ത് വയ്ക്കുക. ഉരുളയാക്കിയിട്ട് എടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണത്, വറുക്കാൻ വേണ്ടിയിട്ട് പോണത്. അങ്ങനെ എല്ലാം ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അടുപ്പത്ത് നമ്മൾ എന്ത് ചെയ്യണം, ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് എന്ത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ ഞങ്ങൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ആ വടപ്പരിപ്പിൻ്റെ ഇതുണ്ടല്ലോ, അത് നമ്മൾ തീ ഒരു സിമ്മിൽ വെച്ചതിന് ശേഷം മാത്രം പരത്തിയിടുക. അങ്ങനെയെല്ലാം പരത്തിയിട്ടിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന ഉരുളയുടെ അനുസരിച്ചിട്ട് വടയുടെ ഷേപ്പല്ല, സൈസ് വലുതും ചെറുതും ആവാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം വറുത്ത് എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ആകെ ടൈം വേണ്ടത് നമുക്ക് ആ വടപ്പരിപ്പ് കുതിർത്താൻ എടുക്കുന്ന ആ ടൈം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേഗം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാതും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.